ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അത് നീ ഇപ്പൊ ആഗ്രഹിക്കുന്ന ജീവിതത്തിൽ ഉണ്ടാവണം. അതുണ്ടാകും മാമി. മാമി ഒന്ന് എന്റെ കൂടെ നിന്ന് തന്നാ മാത്രം മതി. ഇതല്ലാതെ വേറെ നിവൃത്തിയില്ലല്ലോ. എന്തായാലും ഇന്നത്തെ രാത്രി കഴിയട്ടെ, ബാക്കിയെല്ലാം നമുക്ക് നാളെ തീരുമാനിക്കാം. അപ്പൊ ഞാൻ നേരത്തെ ചെല്ലാന്ന് പറഞ്ഞു പോന്നതാണേ. നടന്ന ശ്വാസം മുട്ട് കൂടും. ഈ രാത്രിയിൽ എന്നെ കൊണ്ട് മരുന്നിന് പോകണമെങ്കിൽ ഇവള് തന്നെ വേണം. മോന്റെ അച്ഛനാണ് ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ മോൻ സഹായിക്കില്ലേ? മോനൊന്ന് ഞങ്ങളെ സഹായിക്കും. മോനൊന്ന് സഹായിച്ച 100 കോടി പുണ്യം കിട്ടും മോന്. നടക്കാൻ ഒട്ടും പറ്റാത്തതുകൊണ്ടായി പറയുന്നത്. നമ്മൾ ഓട്ടോക്കാർക്ക് ഓട്ടം കഴിഞ്ഞിട്ടല്ലേ ഉള്ളു ചേട്ടാ എന്തും. ഇതിപ്പോ എന്റെ വണ്ടിക്ക് ഇങ്ങനെയൊന്ന് സംഭവിച്ചത് കൊണ്ടല്ലേ. ഒന്ന് സഹായിക്കേട്ടാ. ഞാൻ ആ ജംഗ്ഷനിൽ കൊണ്ട് വിട്ടാ പോരെ? മതി, ബാക്കി ഞങ്ങൾ നടന്നായാലും പൊയ്ക്കോളാം. ആ എന്നാ കേറിക്കോ. അല്ലേട്ടത് എന്തത്ര ലേറ്റ് ആക്കാൻ നിന്നേ? നേരത്തെ വീട്ടിൽ പോരുന്നില്ലേ? സുഖമില്ലാത്ത ആളല്ലേ? ഈ അസമയത്തൊന്നും ഇതിൽ പോയിക്കൂടാ, വലിയ അപകട. അതുകൊണ്ട് പറഞ്ഞാ. ഇവളുടെ കല്യാണം ആവശ്യമോ മോനെ? വീട്ടിലിരുന്ന കാര്യങ്ങളൊന്നും നടക്കില്ലല്ലോ, അതുകൊണ്ട് പോയതാ. സ്വന്തം കല്യാണ കാര്യത്തിന് ഇവള് തന്നെ ഓടി നടക്കുന്നത് കാണുമ്പോ അറിയാമല്ലോ ഒരു കൈ സഹായത്തിന് ആരുമില്ലെന്ന്. ആ, എല്ലാം വിധി പോലെ തന്നെ നടക്കട്ടെ. നൂർജഹാനെ, എന്താ എന്താ നീ കാണിക്കുന്നത്? എന്താ നിന്റെ ഉദ്ദേശം? എന്നെ രക്ഷിക്കണം മാമി, എന്നെ രക്ഷിക്കണം. നൂറേ മോളെ, നീ നിന്റെ മനസ്സിൽ എന്തൊക്കെ പദ്ധതി പ്ലാൻ ചെയ്താലും ഇതൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല. അവരിതൊന്നും ഇവിടെ നടത്തില്ല. പക്ഷേ മാമി വിചാരിച്ചാൽ നടക്കും. മാമി വിചാരിച്ചാലേ നടക്കും. മോളെ, നിന്നെ സഹായിക്കണമെന്ന് രക്ഷിക്കണമെന്നൊക്കെ എനിക്കുണ്ട്. പക്ഷേ എനിക്കിവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നിനക്കറിയാവുന്നതല്ലേ എന്റെ ഇവിടുത്തെ കാര്യം. അതൊക്കെ എനിക്കറിയാം. പക്ഷേ മാമി എന്റെ ഉമ്മയ്ക്ക് കൊടുത്ത വാക്ക് എന്നെ സംരക്ഷിച്ചോളാതാ. അല്ലാതെ ഉമ്മയുടെ അടുത്തേക്ക് എന്നെ പറഞ്ഞു വിടാന്നല്ലല്ലോ. ഒട്ടും പറ്റുന്നില്ല മാമി. ഇഷ്ടമില്ലാത്ത ഒരാളുടെ ഒപ്പം ജീവിക്കുന്നതിലും നല്ലത് മരണം തന്നെയാ. മോളെ, നീ എന്നെ ഒരു മോളായിട്ടാണ് മാമി കണ്ടിക്കുന്നതെങ്കിൽ എന്നെ സഹായിക്കണം. എന്നെ കൈവിടരുതേ മാമി. നൂറേ, എന്നെ രക്ഷിക്കണം മാമി. എഴുന്നേക്ക് മോളെ. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കാം. ഈ പറയുന്ന പയ്യൻ, അവനെ കുറിച്ച് നീ എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണോ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്? ഒരപകടത്തിൽ നിന്ന് മറ്റൊരപകടത്തിലേക്ക് ചാടാതിരിക്കാൻ വേണ്ടിയാ മാമി എടുത്തെടുത്ത് ചോദിക്കുന്നേ. അനൂപ് നല്ലവനാ മാമി, സ്നേഹമുള്ളവനാ. എന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എന്നോടൊപ്പം നിൽക്കാൻ പറ്റുന്ന ആളാ. മോളെ, നിന്റെ ജീവിതം ഇവിടെ നീ തന്നെയായിട്ട് തിരഞ്ഞെടുക്കുമ്പോ അത് വലിയൊരു പരാജയമായിട്ട് തീരരുത്. എന്റെ മകൻ നസീറിനെ ഇഷ്ടക്കേട് വെച്ചുകൊണ്ട് വിവാഹം കഴിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇവിടെ നിനക്ക് കൂട്ടായിട്ട് എന്നും ഞാനുണ്ടാകും. എന്റെ മരണം വരെ നിനക്കൊരു ദോഷം വരാൻ ഞാൻ സമ്മതിക്കുകയില്ല. അങ്ങനൊരു ഉറപ്പ്, ബലം, അത് നീ ഇപ്പൊ ആഗ്രഹിക്കുന്ന ജീവിതത്തിൽ ഉണ്ടാവണം. അതുണ്ടാകും മാമി. മാമി ഒന്ന് എന്റെ കൂടെ നിന്ന് തന്നാ മാത്രം മതി. ഇതല്ലാതെ
വേറെ നിവൃത്തിയില്ലല്ലോ. എന്തായാലും ഇന്നത്തെ രാത്രി കഴിയട്ടെ, ബാക്കിയെല്ലാം നമുക്ക് നാളെ തീരുമാനിക്കാം. രാഘവേട്ടാ, 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 രാഘവേട്ട ഈ രാത്രി എവിടെ പോയി? ഇനി പുറത്തേക്ക് എങ്ങനെ ഇറങ്ങിപ്പോയോ ഈശ്വര. ഇതെന്ത് ചെയ്യുവാ? ഇതിനകത്ത് എന്തുവാ? ഇതെന്താ? ഇത് രാഘവേട്ട, രാഘവേട്ടന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? സത്യം പറ. നിങ്ങൾക്ക് തലയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോന്ന്? ഇല്ലെങ്കിൽ പാദയാത്ര കിടന്ന് ഉറങ്ങേണ്ടതിന് പകരം ഇങ്ങനെ വന്നിരുന്ന് പടം വരച്ച് കളിക്കാൻ. ഇതെന്താ ചെയ്യുന്നത്? എന്റെ ഒപ്പ് ഞാനങ്ങ് മറന്നേ പോണു. അത് ഒന്ന് ഓർത്തിട്ടും പഠിക്കുവാ. ഇനി ഒരു ആവശ്യം വരുമ്പോ തെറ്റരുതല്ലോ. ഇത് തന്നെയാ ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ തലയ്ക്ക് വല്ല കാര്യമായ കുഴപ്പമുണ്ടോന്ന്. ആ ശാലിനി നിങ്ങളെ എങ്ങോട്ടാ കൊണ്ടുപോയത്? അത് കഴിഞ്ഞ് വന്നതിന് ശേഷം നിങ്ങൾ ഈ പരാക്രമം മുഴുവൻ കാണിക്കുന്നത്. നിങ്ങള് എവിടെ പോയതാ? അതല്ലേ ഞാൻ പറഞ്ഞത്, എനിക്കവിടെ ഒപ്പിടാൻ പറ്റിയില്ലെന്ന്. വിഷ്ണു വന്നെന്നാ തോന്നുന്നത്. ഞാൻ അവനോടൊന്ന് ചോദിക്കട്ടെ, നിങ്ങളുടെ സമനില തെറ്റിക്കുന്ന രീതിയിൽ അവന്റെ ഭാര്യ എവിടേക്കാ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോയെന്ന്.